എന്റെ പഞ്ചായത്ത് പോകുന്നത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എസ്. ദിലീപ് കുമാർ ഉണ്ട്. സ്വാഗതം ശ്രീ ദിലീപ് കുമാർ. പുൽപ്പള്ളി പഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. മൃഗസംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും പ്രത്യേക ഊന്നൽ നൽകുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാർഷിക മേഖലയിൽ ഞങ്ങൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. 2020 മുതൽ തുടർച്ചയായി സമഗ്ര കരകൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഇവിടെ കാർഷിക മേഖലയ്ക്ക് പ്രാമുഖ്യമുള്ള ഒരു പ്രദേശമാണ്. അത് വളരെ ഭംഗിയായി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു നൂതന പദ്ധതി നടപ്പിലാക്കിയത് ഈ കാലഘട്ടത്തിലാണ്. ലംബകൃഷി എന്നറിയപ്പെടുന്ന സ്ഥലം കുറവാണെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ നമുക്ക് കൃഷി അവലംബിക്കാവുന്നതാണ്. എല്ലാ സമയത്തും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൃഷി രീതിയാണ് ലംബകൃഷി എന്ന് പറയുന്ന വെർട്ടിക്കൽ ഫാമിംഗ്. അതൊരു നൂതന പദ്ധതിയായിട്ടാണ് അംഗീകാരം വാങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. നിരവധി മോഡൽ പദ്ധതികളടക്കം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ST വിഭാഗത്തിലുള്ള ആളുകൾക്ക് നഖാമു ഐരാമു എന്നൊരു പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. എന്താണ് ആ പദ്ധതി? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? നഖാമു ഐരാമു എന്ന് പറയുന്ന പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി, ഒരു സാംസ്കാരിക വിനിമയ പരിപാടിയാണ്. ഗോത്രവർഗത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ ഇവിടെ നിന്ന് നഗരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും നഗര കാഴ്ചകൾ കാണുകയും നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ അവരെ എത്തിക്കുകയും, പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള ഒരു പിന്നോക്ക പ്രദേശത്ത് ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് കടൽ കാണുന്നതും അതുപോലെ തന്നെ കപ്പൽ കാണുന്നതും വിമാനം എയർപോർട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നതും ഒക്കെ വലിയ അത്ഭുതമാണ്. അതുപോലെ തന്നെ അവരുടെ ട്രെയിൻ യാത്ര, ഇതൊക്കെ അവർക്ക് വലിയ അത്ഭുതമാണ്. മാതൃഭൂമി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇതിന് വലിയൊരു വാർത്ത വന്നിരുന്നു. അതായത് പ്ലാനറ്റോറിയത്തിൽ പോയി കാണുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, നക്ഷത്ര കാഴ്ച കണ്ട് അത്ഭുതം കൂറുന്ന കുട്ടികൾ എന്ന് പറഞ്ഞ വലിയൊരു ടൈറ്റിൽ ഒരു വാർത്തയൊക്കെ വന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ചരിത്ര പുരുഷനെ കോഴിക്കോട് ജില്ലയിലുള്ള കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്നിട്ടാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പൊ കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ചരിത്ര പുരുഷനെ ഞങ്ങൾ സെലക്ട് ചെയ്തു. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുവഹിച്ചിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ചരിത്ര പുരുഷനെ ഞങ്ങൾ ഈ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു, മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ അവിടുത്തെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടത്തിൽ വയനാടൻ മലമടക്കുകളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് എത്തിച്ചിട്ടുള്ള വലിയ ഒരു പോരാട്ട വീര്യത്തിന്റെ ഉടമയായിട്ടുള്ള പഴശ്ശിരാജ. അപ്പൊ പഴശ്ശിരാജയെ ചരിത്ര പുരുഷനെ ഞങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടെ ഒരു സ്റ്റാള് ഞങ്ങൾക്ക് തുറക്കാൻ സാധിച്ചു. വനവിഭവങ്ങൾ ഉൾപ്പെടെയുള്ള വയനാടിന്റെ തനത് വനവിഭവങ്ങൾ എന്ന് പറയുന്ന തേനും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഒരു സ്റ്റാള് തുടങ്ങി അവിടെ വിതരണം ചെയ്തു. അങ്ങനെ രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ഒരു ബന്ധം, ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും അവിടുത്തെ സംസ്കാരത്തെ ഇവിടുത്തെ കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കുകയും സർക്കാരുകളുടെയും ഭരണകൂടങ്ങളുടെയും ഒക്കെ ലക്ഷ്യമായിട്ടുള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട്, അതായത് മുഖ്യധാരയിലേക്ക് എത്തുക എന്ന ഭരണഘടനാപരമായിട്ടുള്ള ആ ദൗത്യം, അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ആ ഒരു പരിപാടി നമുക്ക് നടത്താൻ സാധിച്ചു. തുടർന്നും ഈ വർഷവും ഞങ്ങൾ ആ പരിപാടി നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ പ്രദേശം തലശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ ലോകനാർക്കാവ്, അതുപോലെ കുഞ്ഞാലിമരക്കാർ എന്ന ചരിത്ര പുരുഷനെ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചു. അങ്ങനെ ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ, ചരിത്ര പുരുഷന്മാരെ പരിചയപ്പെടുത്തുകയും ഒരു പ്രദേശത്തിന്റെ സംസ്കാരത്തെ നമ്മുടെ ഇവിടെയുള്ള പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നഖാമു ഐരാമു എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. കുട്ടികളിൽ വളരെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റു കുട്ടികൾക്കൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ വളരെ സജീവമാകാനുള്ള ഒരു ആത്മവിശ്വാസം കുട്ടികൾക്ക് കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അതിന് കാണുന്ന ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു മോഡൽ പദ്ധതി തന്നെയാണ്. ഈ മോഡൽ പദ്ധതിയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് കരുതാം കൗമാരം എന്നൊരു പദ്ധതി. ലഹരി ഉപയോഗമൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെയുള്ള ഒരു കരുതാം കൗമാരം പദ്ധതി അടക്കം നടപ്പിലാക്കുന്നുണ്ട്. ഈ കരുതാം കൗമാരം എന്ന് പറയുന്ന പദ്ധതി കേരളത്തിൽ ഇന്ന് കേരള സമൂഹമാകെ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒന്നാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം. സംസ്ഥാന തലത്തിൽ ഗവൺമെന്റും അതുപോലെ തന്നെ വിവിധ ഏജൻസികളും ഇതിനുവേണ്ടി വലിയ ഒരു പരിശ്രമം നടത്തുകയാണ്. ഞങ്ങളിത് വളരെ മുമ്പേ തന്നെ ഈ പ്രോഗ്രാം ആരംഭിച്ചു. 2021 മുതൽ ഞങ്ങൾ ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് വളരെയധികം വിജയം കണ്ടിരിക്കുകയാണ്.
ഈ പ്രദേശത്തുള്ള ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വളരെ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് എന്ന ഒരു പേര് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. 14ഓളം കുട്ടികൾ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് അവർക്കുണ്ടായിട്ടുള്ള, കാരണം പഠിക്കാൻ മിടുക്കന്മാരാണെങ്കിലും മിടുക്കികളാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് മാനസികമായി ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഇപ്പോഴത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യം, ആരോഗ്യം ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള ക്ലാസ് എടുക്കാൻ കഴിവുള്ള ആളുകളെ എത്തിച്ചു. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവെക്കുന്നത്. ആരോഗ്യരംഗത്തെ ഏതൊക്കെ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? ആരോഗ്യരംഗത്ത് ഞങ്ങൾക്ക് ഒരു PHC ആണ് ഞങ്ങളുടെ കീഴിലുള്ളത്, പഞ്ചായത്തിന് കീഴിലുള്ളത്. അവിടെ ST പോപ്പുലേഷൻ വളരെയധികം കൂടുതലുള്ള ഒരു പ്രദേശമാണ്. ST പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ PHCയിൽ വരുന്ന ആളുകൾക്ക് അവിടെ ചികിത്സ ലഭ്യമായില്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു രീതി അവർക്കില്ല. അതിൽ ഞങ്ങൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരു ലാബില്ല എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ, ഈ ഭരണസമിതി വരുമ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പരിശോധനയ്ക്ക് മറ്റൊരു പ്രദേശത്തേക്ക് അവർ പോകുന്നില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ലാബ് സ്ഥാപിച്ചു. അപ്പൊ FHC ആയി ഇതിനെ ഗവൺമെന്റ് ഉയർത്തും എന്നറിയിച്ചപ്പോൾ അതിന് അടിസ്ഥാന സൗകര്യം വളരെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പൊ 2.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നല്ല ഒരു കെട്ടിടം അവിടെ ഞങ്ങൾ പണി ആരംഭിച്ചു. അവിടെ കിടത്തി ചികിത്സയ്ക്ക് നാളെ ഒരുക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ചും പുൽപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. രാത്രികാലങ്ങളിൽ സുൽത്താൻ ബത്തേരിയിലോ അല്ലെങ്കിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കോ എത്തിപ്പെടാൻ വളരെയധികം പ്രയാസം. താലൂക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ കോളേജ് ആണെങ്കിലും സംബന്ധിച്ച് എത്തിപ്പെടുക വളരെ പ്രയാസമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ സബ് സെന്ററുകളിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ആശാവർക്കർമാരും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ ചേർന്നുകൊണ്ട് വിപുലമായ തരത്തിൽ അത് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ആരോഗ്യ മേഖല നടത്തുന്നുണ്ട്. കൃത്യമായ റിവ്യൂ നടത്തി വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് ആണ് മുന്നോട്ട് പോകുന്നത്. ICMRന്റെയും അതുപോലെ തന്നെ മറ്റ് ഏജൻസികളുടെയും ഒക്കെ സഹായത്തോടു കൂടി സർവേകൾ കൃത്യമായി നടത്തി ഇവിടെ ഒരു ക്ഷയരോഗ മുക്ത ഗ്രാമപഞ്ചായത്ത് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും അതുപോലെ സിക്കിൾ സെൽ അനീമിയക്കൊക്കെ പദ്ധതി വെച്ചുകൊണ്ട് തന്നെ അതിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഓരോ വ്യക്തിയുടെയും ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യം ആരോഗ്യവകുപ്പിന്റെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുക എന്നത് പ്രായോഗികമല്ലെങ്കിൽ പോലും രോഗം വരുമ്പോൾ മതിയായ ചികിത്സ ലഭ്യമാക്കുക എന്ന തരത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കണം എന്ന ചിന്തയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിലും കാർഷിക മേഖലയിലടക്കം കൂട്ടായ ഒരു പരിശ്രമത്തിൽ മികച്ച മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ഒരു കാര്യം കൂടെ അതിൽ വിട്ടുപോയായിരുന്നു. മറ്റ് ഭാവി പരിപാടികൾക്കൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയിൽ ഞങ്ങൾ വലിയ ഒരു പദ്ധതികൾ നടത്തുന്നു. ഞാൻ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ആരംഭിച്ച സഞ്ചരിക്കുന്ന മൃഗാശുപത്രി, അത് ഓരോ വീട്ടിലും ചെന്ന് ക്ഷീരകർഷകർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ അതിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പുൽപ്പള്ളിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് വികസനം എന്ന് പറയുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളൊരു പരിമിതി ഉണ്ട്. അപ്പൊ ആ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് കുറച്ച് വ്യക്തികൾ അതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്ന് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഈ ഏപ്രിൽ 22 ദേവസ്വം ബോർഡ് വിധി അനുകൂലമായി, അതായത് ദേവസ്വം ബോർഡ് ഈ പരാതിക്കാരെ കേട്ടുകൊണ്ട് അവര് ഉത്തരവിറക്കി തരും. പഞ്ചായത്തിന് ഒരു പുതിയ വികസന സംരംഭം എന്ന നിലയിൽ ബസ് സ്റ്റാൻഡ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കി തരുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. ഭാവി വികസനത്തിൽ ഞങ്ങൾ പ്രധാനമായി കാണുന്ന ഒന്ന് എന്ന് പറയുന്നത് പുൽപ്പള്ളിയിൽ നമുക്ക് നല്ല ഒരു ബസ് സ്റ്റാൻഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ 5 സെന്റും 10 സെന്റും ഒക്കെ ഭൂമിയുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ശവസംസ്കാരം നടത്തുന്നതിന് സൗകര്യമില്ലാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ആലോചിച്ചിരുന്ന ഒരു ഭൂമി എടുത്തുകൊണ്ട് നമുക്ക് ഒരു ക്രിമിറ്റോറിയം സ്ഥാപിക്കണം എന്നൊരാഗ്രഹവും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ചർച്ചയുണ്ടായി. പക്ഷെ ഇപ്പോ ഞങ്ങൾ വന്നതിന് ശേഷം ഭൂമി എടുക്കുകയും കളക്ടറുടെ ലൈസൻസ് നമുക്ക് കരസ്ഥമാക്കാനും ഇനി അതിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തി മുന്നോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നമുക്കിപ്പോഴുള്ള MCFന് വളരെ പരിമിതമായ സാഹചര്യമാണ്. അപ്പൊ പഞ്ചായത്തിന്റെ തന്നെ സ്ഥലം മുമ്പ് ആർച്ചറിക്ക് കൊടുത്ത ഒരു ഭൂമി
അതിൽ 2 ഏക്കർ ഭൂമി തിരിച്ചു തരുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ കൊടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അടുത്താണ് അതുമായി ബന്ധപ്പെട്ട ഫയൽ ഉള്ളത്. എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുമെന്നാണ് തദ്ദേശ മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. അവിടെ അത് കിട്ടുന്ന തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പദ്ധതികൾ തന്നെയാണ് പുൽപ്പള്ളി പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീ TS ദിലീപ് കുമാർ. ഓക്കെ, നന്ദി. എന്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.